എല്ലാം കൂടെ ഇട്ട് ആദ്യം താളിക്കാൻ വെച്ചു. ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കാൻ വെച്ചു. ഞണ്ട് കറിക്ക് എരിവ് ഒക്കെ ഇത്തിരി വേണ്ടതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു തക്കാളി. ഈ സവാള എല്ലാം കൂടെ മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ പൊടികളെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി വഴറ്റി അത് മുരിഞ്ഞപ്പോഴത്തേക്കും തക്കാളി ഇടാം. തക്കാളിയും കൂടി ഇട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും പാകത്തിന് ഉപ്പിടാം. പാകത്തിന് ഉപ്പിട്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചു. ലേശം പുളിക്ക് വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്നുകൂടെ വഴറ്റണം. ഇത് വെള്ളം തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ടിട്ടാണ് ഞാൻ ഞണ്ട് നന്നാക്കാനായിട്ട് പോയത്. ഞണ്ട് ഇതിൻ്റെ കാലും തലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഇത് നന്നാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പലകയിൽ ഇത് വെച്ച് കത്തി വെച്ചിട്ട് അതിൻ്റെ ആ തോടൊക്കെ ഇടിച്ച് എടുക്കണം. തോട് അങ്ങോട്ട് മാറ്റിക്കളയണം. തോട് മാറ്റിക്കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുടലൊക്കെ ഉണ്ട്, ആ കുടലൊക്കെ എടുത്ത് കളയണം. ബാക്കി ഭാഗം നല്ലപോലെ കഴുകിയെടുത്ത് ചീനച്ചട്ടിയിലേക്ക് ഇടാം. ഇങ്ങനെ ഇതിൻ്റെ ഒരു നെയ്യെന്ന് പറഞ്ഞ ഒരു മഞ്ഞ കളറിലുണ്ടാവും ആ തോടിൻ്റെ അകത്ത്, അത് നമുക്ക് എടുക്കാം. ബാക്കി കുടലും ഇതൊക്കെ എല്ലാം കളയണം. ഇത് നന്നാക്കാനായിട്ട് ഇച്ചിരി പണിയാണ്, എന്നാലും നന്നാക്കി എടുത്താൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇപ്പോൾ 1 കിലോ മേടിച്ചാൽ ഒരു 6-7 എണ്ണമൊക്കെ കാണുള്ളൂ. അതിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഒരെണ്ണം തന്നെ 1 കിലോ ഉള്ള ഞണ്ടുകളൊക്കെ ഉണ്ട്. വിദേശത്തേക്ക് കയറ്റാണ് അധികം ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾക്ക് അധികം അങ്ങനെ കിട്ടാറില്ല. ഒരു മീഡിയം സൈസുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടാറ്. അപ്പോൾ ഇത് നന്നാക്കി എടുത്ത് ചീനച്ചട്ടിയിൽ ഇട്ട് എല്ലാം കൂടെ എടുക്കണം. കത്തി കൊണ്ട് ഇത് ആയില്ലെങ്കിൽ എന്നിട്ട് ഒരു ചെറിയ അമ്മിക്കല്ലുണ്ട്, ആ കല്ല് വെച്ച് ഞാൻ ഇടിച്ചാണ് അതിൻ്റെ ആ തോട് പൊട്ടിച്ചെടുക്കുന്നത്. കൊണ്ടുവന്നപ്പോൾ നല്ല ജീവനുണ്ടായിരുന്നു, പിടക്കുന്ന ഞണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ജീവനൊക്കെ പൊയ്ക്കോളും. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാണ് വേവിക്കുന്നത്. ഞണ്ട് നന്നാക്കി എടുത്തത് ചീനച്ചട്ടിയിൽ ഇട്ട് കൊണ്ടുവന്ന് ആദ്യം വഴറ്റി വെച്ചിരുന്ന ഇരുമ്പ് ചീനച്ചട്ടിയിലെ കൂട്ടുകളെല്ലാം കൂടെ ഇതിലേക്ക് ഇടും. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കണം. ഇതൊരു 15 മിനിറ്റോളം വേവണ്ട ഇറച്ചിയാണല്ലോ, ഞണ്ടിറച്ചി. അപ്പോൾ ഇത് തിളച്ച് നല്ല ചാറ് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റാവും. ഇതിന് വേറെ പ്രത്യേകിച്ച് താളിച്ചൊന്നും ഇടണ്ട. ആദ്യം താളിച്ചതുണ്ടല്ലോ, സവാളയെല്ലാം വഴറ്റിയത്, അതിലേക്ക് മസാലപ്പൊടികളും ഇട്ട് ആ കൂട്ടാണ് ഈ ഇതിലേക്ക് ഇട്ടത്. ചാറ് കുറുകുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. അതായത് ഇത്തിരി മല്ലിയിലയും കൂടെയൊക്കെ വിതറി നമുക്ക് കറി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് താള് കറിയാണ് ഉണ്ടാക്കുന്നത്. താള് കറിക്ക് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് കപ്പ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, പച്ചക്കപ്പ വേവിച്ച് അതും കൂടി ഇട്ട് നല്ലപോലെ വേവിക്കും. പിന്നെ ഇതിന് കുറച്ച് അരമുറി തേങ്ങ മിക്സിയിൽ അരച്ച് ഉള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ അരച്ച് അരപ്പും കൂടെ കൊണ്ടുവന്ന് ഈ ചട്ടിയിലേക്ക് ഇടും. അത് തിളച്ച് കുറുകുമ്പോൾ കറി റെഡിയാകും. ഇത് താളിക്കാനായിട്ട് ചെറിയ കൈപ്പിടി ഉള്ളതിലേക്ക് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി, ചുവന്നുള്ളി, കരിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കണം. അതും കൂടെ ഈ കറിയിലേക്ക് ഇടുമ്പോഴത്തേക്കും ആ കറി സെറ്റാകും. അങ്ങനെ ഞാൻ 1 മണിക്കൂർ കൊണ്ട് 2 കറി റെഡിയാക്കിയെടുക്കും. ചോറിന് കൂട്ടാനായിട്ട് താളും കപ്പയും കറിയും ഞണ്ട് കറിയും.
വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഓക്കെ.